നിനക്കിപ്പോ ക്ലാസ്സിൽ ശ്രദ്ധയില്ല, രാത്രിയിലോട്ട് പഠിക്കുന്നുമില്ല. തൊമ്മി, പോൾ, ഷീല, ഈ ഒരു ട്രയാങ്കിളിനുള്ളിൽ കിടന്ന് കളിക്കാ നീ ഇപ്പോ. എനിക്ക് എന്ത് കളി? വയറ്റിപ്പഴപ്പ്, തൊഴിൽ മേഖലയിലെ കുഴപ്പം, അങ്ങനെ കണ്ടാ മതി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വിളിച്ച് ആളെ പിന്തുടരുക, ചേസ്, ഒളിഞ്ഞു നോട്ടം, അവസാനം ചമ്മിത്തൊളിൽ തിരിച്ചു വരിക. ഒക്കെ അവനെ പറഞ്ഞാ മതി. ആരെ? സേവി. അവൻ എന്നെ ഒന്ന് സ്ട്രോങ് ആയി ഉപദേശിച്ചൂടായിരുന്നോ? വേണ്ടെന്ന്. അയ്യോ, നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റി. ട്രയാങ്കിളിലല്ല, നിന്റെ കളി സ്ക്വയറിലാണ്. 4ാമത്തെ പോയിന്റ് സേവി. അയ്യേ. എടി, മുഴുത്തോമാരുടെ വീടുകളിൽ പല നാടകങ്ങളും നടക്കും. അവിടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു രംഗത്തേറി അഭിനയിക്കേണ്ട കാര്യമില്ല. ചുമ്മാ കളി കണ്ട് പ്രേക്ഷകനായിട്ട് ഇരുന്നാ മതി. അതിനിടയ്ക്ക് അവളുടെ ഒരു ഉടക്ക് പ്രേമോ. പ്രേമോ? നീ കണ്ടോ, ആ സേവിയും കുഴപ്പക്കാരനാണ്. ഞാൻ ചില ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. എന്ത് ഡീറ്റെയിൽസ്? അബൌട്ട് സേവി, ഷീല. ഷീലയും സേവിയും തമ്മിൽ എന്ത്? അനു, സത്യം പറ, എന്താടി? വെയിറ്റ് ആൻഡ് സീ. എനിക്ക് രണ്ടിനെ ഞാൻ കൊല്ലും. സേവിയും ഷീലയും. നീ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? അവരെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. അതിന് അവർക്കറിയില്ലല്ലോ നീ ചേസ് ചെയ്യുന്ന അറിയ കാര്യം. എന്നാലും എന്താ ജിലു? ജിലുവിന് അമ്മയെ പേടിയല്ലേ? നോ, ഐ എം ബ്രേവ്. ജീലു, come to my room. इसका मैंने चमक चलो। ओ ओ ओ इसका मैंने चमक चलो। ജീലു, യെസ് മാഡം. എന്തൊരു ടെൻഷൻ. ഏയ് ഒന്നുമില്ല മാഡം. ഹായ് സേവി. ഹായ് ചേച്ചി. എവിടെയാണ്? കാണാനേ കിട്ടുന്നില്ലല്ലോ. എക്സാം അടുത്ത് വരുന്ന ചേച്ചി, ഇത്തവണകളൊന്നും കടന്നു കൂടണ്ടേ? ഇത്തവണ ജയിക്കും, എന്റെ അനുഗ്രഹമാണ്. അതിരിക്കട്ടെ, ഇന്നലെ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. അത് പകല്. ഐ മീൻ ഇന്നലെ രാത്രി, ബിറ്റ്വീൻ 7:30 and 9:30. ഞാനൊരു സിനിമയ്ക്ക് പോയി. സേവി അങ്ങനെ സിനിമയ്ക്കൊന്നും പോവാറില്ലല്ലോ. ചേച്ചി, ഇതൊരു പഴയ ക്ലാസിക് മൂവിയാ, ചേസിംഗ് ഓഫ് എ ക്രൂക്കറ്റ് ഷാഡോ. ഓ, എന്നിട്ട് ഷാഡോയെ പിടികിട്ടിയോ? ശരി ചേച്ചി. മാഡം എന്തിനാ അയാളെ വെയിറ്റ് ചെയ്തത്? ഞങ്ങൾക്കിവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു തരം അയൽക്കൂട്ടം. സെക്രട്ടറി അവനാണെന്ന വെപ്പ്. ഒരു മീറ്റിംഗിനും വരില്ല, യൂസ്ലെസ്. ശരിയാ, മഹാവായി നോക്കിയ. ആ, അവൻ നോക്കട്ടെ, നീ തിരിച്ചു നോക്കാതിരുന്നാ മതി. ആ, ഞാൻ വരാൻ പറഞ്ഞത് ഫാദറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു 50,000 രൂപ ചോദിച്ചിരുന്നില്ലേ ജില്ലു? അതെ മാഡം, ബൈപ്പാസിനാണ്. ഇപ്പം 50 കൊടുത്താ ബാക്കി. അത് ബുദ്ധിമുട്ടാണ് ജിലു. ഈ ഫിനാൻഷ്യൽ ഇയറിൽ പുതിയ അഡ്വാൻസ് ഒന്നും പാടില്ല എന്ന് ഫിനാൻസ് മാനേജർ പറഞ്ഞിട്ടുണ്ട്. സി, ഞാൻ അവരുടെ ജോലിയിൽ ഇടപെടാറില്ല. സോ പ്ലീസ് മാഡം, മാസം 10,000 വെച്ച് 5 മാസം പിടിച്ചോളൂ. സോറി. ഡി, നിന്റെ അപ്പന്റെ വകയിൽ ഒരു അമ്മായില്ലേ ഈരാറ്റുപേട്ടയില്? ആര്? ഗ്രേസി ആന്റിയോ? അതാ ലെക്ചറർ അമ്മായി അല്ലേ? ഇതല്ല, മനുഷ്യരൊക്കെ പ്രാഗി കൊല്ലുന്ന ഒരു മുതുകളവി. ഈശോയെ, അന്നക്കുട്ടി അമ്മായിയോ? ആ, എന്തിനാ ചോദിച്ചേ? അവരൊരു 2 മണിക്കൂർ നേരത്തേക്ക് കിട്ടൂ, വാടകയ്ക്കാ. ഷീലെ പ്രാകാരാണോ? അപ്പയുടെ ബൈപ്പാസിന് കാശ് തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞടി, കൊല്ലണ്ടേ അവളെ? ഷോ,
അതുപോട്ടെ, നീ എന്താ അവരെ കുറിച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത്? അത് വെറുതെ നെറ്റില്. നെറ്റിലോ? എന്താടി, യൂട്യൂബിൽ വരുന്ന പരുവത്തിൽ അവരെത്തിയോ? ഷീലയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. കുഴം മറിഞ്ഞ കേസാ അത്. ചീറ്റ്നസ് കണ്ടുപിടിച്ചത് അവരെ തന്തയാണ്. പക്ഷെ നീ സേവിയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. അവനും ഷീലയൊക്കെ തോംസൺ വില്ലയിലാണല്ലോ താമസം. നീ കാര്യം പറയടി. ഈ തോംസൺ ആരാണെന്നറിയാമോ? നിന്റെ ഷീല മാഡത്തിന്റെ ഒരു മുത്തശ്ശനായിട്ട് വരും. ഷീല പോളിന്റെ മാത്രമല്ല, അവരുടെ കെട്ടിയോൻ പോളിന്റെയും സേവിയുടെയും ഒക്കെ മുതുമുത്തശ്ശൻ. അവരൊക്കെ അപ്പോ ബന്ധുക്കളാണോ? അവര് മാത്രമല്ല, ഈ തോംസന്റെ കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് കേരളത്തിലാകെ ഒരു 2 ലക്ഷത്തോളം പേര് വരും. 2 ലക്ഷോ? അപ്രോക്സിമേറ്റ്. അനു, സസ്പെൻസ് വിടുന്നതാണ് നല്ലത്. നീ ഒരുപാട് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഷീലയുടെ കമ്പനി, തോംസൺ വില്ല തുടങ്ങിയ റിലേറ്റഡ് സൈറ്റുകളെല്ലാം ഞാൻ കയറി ഇറങ്ങി. കൂട്ടുകാരി എത്തിപ്പെട്ടിരിക്കുന്ന കുഴിയുടെ ആഴോന്ന് അറിയണമല്ലോ. കോട്ടയംകാരനായ ഒരു റിച്ച് അമേരിക്കൻ NRI അലക്സാണ്ടർ കുച്ചുട്ടി എന്ന അലക്സ് കുട്ടിയാണ് തോംസൺ വില്ലയുടെ ഉടമ. അലക്സിന് അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. ബിസിനസ് മാത്രമല്ല, സമുദായ നേതാവും കൂടിയാണ് അലക്സ്. ഏതാണ് അയാളുടെ സമുദായം? ക്ന- എന്ത്? ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. ഷീലയും പോളും സേവിയെല്ലാം ആ സമുദായത്തിലെ അംഗങ്ങളാണ്. അവൻ വാച്ചറല്ലേ? അവരെ ഒരു കാര്യം ഉറപ്പാ, വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ വാച്ച്മാൻ അവറാൻ പോലും അതേ സമുദായക്കാരനായിരിക്കും. ഇത് ഇന്ത്യ തന്നെ അല്ലേ? നീണ്ടൂർ, കൈപ്പുഴ, കല്ലറ, ഉഴവൂർ, കുറുപ്പുന്തറ, കോട്ടയത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ. അങ്ങനെ ഒരു ഇന്ത്യയുണ്ട്. ഏതാണ്ട് 1500 വർഷം മുമ്പ് പാലസ്തീനിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ യഹൂദ വ്യാപാരിയാണ് നായി തോമ. അന്നത്തെ നമ്മുടെ ചക്രവർത്തി ചേരമാൻ പെരുമാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ദാവീദ് രാജാവിന്റെ വംശപരമ്പരയാണ് തോമ എന്നാണ് വിശ്വാസം. അപ്പോ ദാവീദിന്റെ വംശം എന്ന് പറയുമ്പോ യഹൂദ ഗോത്രം? അതെ, യേശുക്രിസ്തുവിന്റെ ഗോത്രം. നമ്മുടെ ഷീലയും പോളും തൊമ്മിക്കുഞ്ഞൊക്കെ യേശുക്രിസ്തുവിന്റെ ഗോത്രം. ബെസ്റ്റ്. ഇതിന് വലിയ പബ്ലിസിറ്റി കിട്ടാതിരിക്കുന്ന യേശുക്രിസ്തുവിന് നല്ലത്. അന്നത്തെ ക്നായ് തോമയുടെ പരമ്പരയാണ് ഇന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. വിവാഹം സ്വന്തം സമുദായത്തിന് പുറത്ത് നടത്താറില്ല. നടന്നാൽ അവര് പിന്നെ പുറത്താ. ഈ നൂറ്റാണ്ടിലും വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിലും അത് അങ്ങനെ തന്നെയായിരിക്കും. കം ടു ദ പോയിന്റ്. കഴിയുന്നതും സ്വന്തം സമുദായക്കാരുമായി ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് കാർ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി കാശുണ്ടാക്കിയ സമുദായക്കാർ മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ സിറ്റികളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സേവിയോ? അവനും അത് തന്നെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ വീട് സ്വന്തമല്ല, വാടകയ്ക്കെടുത്തായിരിക്കും. അല്ല, വീട് സ്വന്തമാണെന്നാ പറഞ്ഞത്. എങ്കിൽ നീ കുഴഞ്ഞു മോളെ. മാതാപിതാക്കൾ പുറത്ത് ജോലി ചെയ്യും, മക്കൾ നാട്ടിൽ വളരും. പ്രായപൂർത്തിയാകുമ്പോൾ അമേരിക്കയിൽ ജോലിയുള്ള ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് അവരും പോവും. അതൊരു ചെയിൻ പ്രോസസ്സാണ്. അങ്ങനെ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. ഡെഡ് ബോഡി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചിലവല്ലേ, അവിടെ തന്നെ അടക്കി. അപ്പോൾ വീണ്ടും കല്യാണം കഴിച്ചു. അമേരിക്കയിലുള്ള ഭർത്താവ് മരിച്ചു നേഴ്സിന്. എന്നെ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചാലേ പറ്റൂ. അപ്പം ആ തോംസൺ വില്ലയിൽ ഒരു വീട് വാങ്ങി. അപ്പായി സ്റ്റെപ്പ് മദർ നാട്ടിൽ വരാറില്ലേ? അപ്പോൾ വല്ലപ്പോഴും നാട്ടിൽ വരുമായിരുന്നു. വീട് വാങ്ങാൻ അവസാനം വന്നത്. ഇനി വരില്ല. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? മരിച്ചു. ലിവർ സിറോസിസ് ആയിരുന്നു. അമേരിക്കൻ മലയാളിയുടെ 2nd ജനറേഷന് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന ശീലമില്ല. ഞാനും ഇടയ്ക്ക് പഠനമൊന്നും ഉഴപ്പി. ഇനി അത് പറ്റില്ല. എങ്ങനെയും സ്വീകരിച്ച് സ്വന്തം കാലിൽ നിന്നേ പറ്റൂ. ബിക്കോസ് ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ അല്ല. എൻ്റെ പേരിൽ സമ്പത്തൊന്നുമില്ല. ഈ വീട് പോലും അവരുടെ പേരിൽ. അപ്പം മരിച്ചതോടെ പണത്തിൻ്റെ വരവ് നിലച്ചു. ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരാം. പാർട്ട് ടൈം ജോലിയാണ് എന്നെ നിലനിർത്തുന്നത്. കണക്കെഴുത്ത്. അമ്മ ഷോപ്പിംഗ് മാളിൽ കണ്ടില്ലേ, അവിടെയൊക്കെ. അല്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായിരിക്കും ഷീലയുടെ ഒളിച്ചുകളി? പാവം തുമ്മി. അവൻ എങ്ങനെ തൊമ്മിന്ന് പേര് വന്നു? സാധാരണ ഗ്രാൻഡ് പാരൻസിൻ്റെ പേരാണ് മൂത്ത കുട്ടിക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഷീലയുടെ അപ്പൻ ജോൺസൺ, പോളിൻ്റെ അപ്പൻ ആംബ്രോസ്.
അപ്പോ ഈ തൊമ്മി ആരാണ്? കണ്ടുപിടിക്കണം.